ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ലൈൻ ഇന്റഗ്രൽസ്. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലൈൻ ഇന്റഗ്രൽസ്. ഓക്കെ, സോ ലൈൻ ഇന്റഗ്രൽസ് ആണ് നമ്മൾ ഈ ഒരു മോഡ്യൂൾ അടുത്ത മോഡ്യൂളിലെല്ലാം കോമൺ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലൈൻ ഇന്റഗ്രൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: integral over C evaluate integral over C xy plus z cube ds, xy plus z cube ds, xy plus z cube ds, where C is a curve with parametric equation r vector of t equal to cos t I vector plus sin t j vector plus t k vector. Cos t I vector plus sin t j vector plus t k vector. The t 0 less than or equal to t less than or equal to pi. Semicircular less than or equal to semicircular helix. Semicircular helix. അതായത് ഹെലിക്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. കോസ് ടി സൈൻ ടി ടി എന്നുള്ളതായിരിക്കും. ഈ എക്സ് ഓഫ് ടി എക്സ് എന്ന് പറയുന്നത് കോസ് ടി ആയിരിക്കും, വൈ എന്ന് പറയുന്നത് സൈൻ ടി ആയിരിക്കും, ഇസെറ്റ് എന്ന് പറയുന്നത് ടി ആയിരിക്കും. അപ്പൊ ആ ഫോമിൽ തരുന്ന കർവ് എന്ന് പറയുന്നത് ഹെലിക്സ് ആണ്. അത് സെമി സർക്കുലർ ആണോ സർക്കുലർ ആണോ എന്നുള്ളത് ആംഗിൾ നോക്കിയിട്ടാണ് പറയാ. ഫുൾ സർക്കിൾ ഉണ്ടെങ്കിൽ 2π ആയിരിക്കും, പൈ വരെ ഉള്ളൂ. അതുകൊണ്ട് ദാറ്റ് ഈസ് സെമി സർക്കുലർ ഹെലിക്സ്. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഇന്റഗ്രൽ. ഓക്കെ, ഇവിടെ xy പ്ലസ് z ക്യൂബ് ds ആണ്. ഓൾറെഡി നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ ഇക്വേഷൻ. ഇന്റഗ്രൽ ഓവർ c f ds equal to integral a to b f of x of t y of t z of t into modulus of r vector dash of t dt. This is our equation. Integral a to b കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. f of x of t y of t z of t into modulus of r vector dash of t dt. So this is integral 0 to pi. Integral 0 to pi. ഇവിടെ ലിമിറ്റ് 0 to pi ആണ്. ഓക്കെ, f of x of t y of t z of t എന്ന് പറഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് cos t കൊടുക്കുക, y ക്ക് സ്ഥാനത്ത് sin t കൊടുക്കുക, z ന്റെ സ്ഥാനത്ത് t കൊടുക്കുക. So it is cos t sin t plus t cube cos t sin t plus t cube. x ന്റെ സ്ഥാനത്ത് cos t, y ക്ക് സ്ഥാനത്ത് sin t, z ന്റെ സ്ഥാനത്ത് t cube. The modulus of r vector dash of t, അത് ഞാൻ സൈഡിൽ കണ്ടുപിടിക്കുകയാണ്. r vector of dash of t equal to cos t യുടെ ഡെറിവേറ്റീവ് മൈനസ് sin t I vector പ്ലസ് sin t യുടെ ഡെറിവേറ്റീവ് cos t, so cos t j vector, t യുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് k vector. So മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് മൈനസ് sin t ഹോൾ സ്ക്വയർ പ്ലസ് cos square t plus 1 square dt. Okay, so this is integral 0 to pi cos t sin t plus t cube into root of sin t square minus sin t square sin square t plus cos square t
plus 1 dt. So sin square t plus cos square t is 1, so it is root 1 plus 1, it is root 2. So integral 0 to pi cos t plus sin t plus t cube into, into ആണ്, okay, sorry. Cos t into sin t plus t cube into root 2 dt. ഇങ്ങനെ root 2 ആയത് sin square t plus cos square t is 1, so 1 plus 1 2, so root 2 dt. root 2 dt. So ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ നടുവിൽ പ്ലസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും, രണ്ട് ഇന്റഗ്രലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഞാൻ ഇത് മാറ്റിയാണ് ആദ്യത്തെ പോർഷൻ. ഓൾറെഡി ഈ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്, ഒന്നുകൂടെ ചെയ്യുന്നേ ഉള്ളൂ. So that is integral 0 to pi root 2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. സോ സ്വയമായിട്ട് ചെയ്ത് നോക്കുക. ഇന്റഗ്രേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിലും ടൈറ്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ്. So this is very simple integration, nothing difficult. So root 2 പുറത്തേക്ക് എടുക്കാം. Integral 0 to pi cos t sin t dt plus integral 0 to pi t cube dt. ഈ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു, root 2 പുറത്തേക്ക് എടുത്തിട്ട് ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തു. cos t sin t, അതായത് cos t sin t നമുക്ക് sin 2t by 2 എന്ന് എഴുതാം. കാരണം sin 2t is equal, അതായത് sin 2 theta equal to 2 sin theta cos theta. sin 2 theta equal to 2 sin theta cos theta ആണ്. അപ്പോൾ sin theta cos theta equal to sin 2t by 2 എന്ന് എഴുതാം. sin 2 theta by 2, തീറ്റയ്ക്ക് ആൻസർ ഇവിടെ t ആണെന്നേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് sin 2t by 2, sin 2t by 2. Okay, sin 2t by 2. So that is root 2 into sin 2t by 2, limit 0 to pi. ഓക്കെ, സോറി, ഒരു തെറ്റുപറ്റി. ഇന്റഗ്രേഷൻ ചെയ്യണം, നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് sin 2t ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴല്ല അത് കിട്ടുക. ഓക്കെ, so that is integral 0 to pi sin 2t by 2 dt plus t cube integrate ചെയ്യുമ്പോൾ t raised to 4 by 4. So limit 0 to pi. ഇനി sin 2t by 2 ൽ 2 പുറത്തേക്ക് എടുക്കുക. So it is root 2 by 2. ഓക്കെ, ഇത് ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നില്ല ഞാൻ, കാരണം root 2 രണ്ടിനും കോമൺ ആണ്, അതുകൊണ്ട് ലാസ്റ്റ് പുറത്തേക്ക് എടുക്കാം. root 2 അവിടെ നിൽക്കട്ടെ. 1 by 2 into integral, ഞാൻ ഇത് മുഴുവനൊന്ന് മാറ്റിയാണ്. നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്ത് നോക്കുക, ഇന്റഗ്രേഷൻ ആണ്.
ഓക്കെ, സൈൻ 2t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് 2t ബൈ 2 ലിമിറ്റ് 0 ടു പൈ പ്ലസ് ടി റേസ് ടു 4 അപ്പർ ലിമിറ്റ് കൊടുക്കുക പൈ റേസ് ടു 4/4 മൈനസ് 0 അല്ലെ. ടിക്ക് സ്ഥാനത്ത് ആദ്യം പൈ കൊടുക്കുക, അപ്പൊ പൈ റേസ് ടു 4/4 മൈനസ് ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോ. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ √2 ഇൻറ്റു 1/2 ഇൻറ്റു കോസ് മൈനസ് കോസ് 2 പൈ വരും. മൈനസ് കോസ് 2 പൈ ബൈ 2 മൈനസ് ഇവിടെ മൈനസ് കോസ് 0 ബൈ 2 പ്ലസ് പൈ റേസ് ടു 4/4. ഓക്കെ, so that is √2 into 1/2 into minus cos 2 pi. Cos 2 pi യുടെ വാല്യൂ 1 ആണ്, so it is minus 1/2. cos 0 is 1, so minus minus plus ആവും, so plus 1/2 plus pi raised to 4/4. so minus 1/2 plus 1/2 0 ആയി പോവും. so ബാക്കി ഉണ്ടാവുക √2 into pi raised to 4/4. so √2ഉം 4ഉം വെട്ടിക്കളഞ്ഞാണ്. 4 നമുക്ക് 2 into 2 എഴുതാലോ. അപ്പോൾ √2ഉം ഒരു √2ഉം പോവും. അപ്പൊ ഇവിടെ 2ഉം ഒരു √2ഉം ബാക്കി ഉണ്ടാവും. സോ ഇറ്റ് ഈസ് pi raised to 4/2 √2. കാരണം 2 raised to 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. ഒരു 2 ഇവിടെ ഉണ്ടാവും. 2നെ നമുക്ക് √2 into √2 എന്ന് എഴുതാം. സോ √2ഉം ഒരു √2ഉം പോവും. ഇവിടെ ഒരു √2ഉം ഇവിടെ 2ഉം ബാക്കി ഉണ്ടാവും. സോ ഇറ്റ് ഈസ് pi raised to 4/2 √2. സോ ദാറ്റ് ഈസ് ആൻസർ. pi raised to 4/2 √2. pi raised to 4/2 √2. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? നീ സംശയമുണ്ടോ? Any doubt? Simple question ആണ്. Okay. ജസ്റ്റ് നമ്മൾ ഇന്റഗ്രേഷൻ ഒന്ന് കൃത്യമായിട്ട് ചെയ്താൽ മതി, വേറെ പ്രയാസമൊന്നുമില്ല. പിന്നെ നമുക്ക് ഓൾറെഡി പാരാമെട്രിക് ഇക്വേഷനും ഫംഗ്ഷനും തന്നിട്ടുണ്ടാവും. അപ്പൊ എക്സിന് സ്ഥാനത്തൊക്കെ ആ ഇക്വേഷൻ പാരാമെട്രിക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാത്തിലും ടിയിലേക്ക് മാറ്റാം. എല്ലാത്തിനെയും ടിയിലേക്ക് മാറ്റുക, എന്നിട്ട് ടിയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. പലപ്പോഴും കുട്ടികൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഓക്കെ, നമുക്കിനി അറ്റൻഡൻസ് എടുത്ത ശേഷം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സോ അറ്റൻഡൻസ് ഞാനിപ്പോ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം. T4 അറ്റൻഡൻസ് ഇപ്പൊ വന്നു. T3 ഇപ്പൊ ഇടാം.
P3 പോലും വന്നിട്ടുണ്ടാവും. വേഗം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പ്രോബ്ലം പോലെയല്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ ഓവർ സി 3xy dy 3xy dy. സി എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 0, 0 and 1, 2. C is the line segment joining 0, 0 and 1, 2. Line segment joining 0, 0 and 1, 2. Okay. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ 2 പോയിന്റ്സ് എന്നാൽ എങ്ങനെയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. x minus x1 by x2 minus x1 equal to t, y minus y1 by y2 minus y1 equal to t. Okay, so x minus x1 by x2 minus x1 എന്ന് പറയുമ്പോൾ x minus 0 by 1 minus 0 equal to t. So that implies x equal to t. Okay, അടുത്ത് y minus 0 by 2 minus 0 equal to t. So y equal to 2t. Y equal to 2t. So our equation r vector of t equal to t I vector plus 2t j vector. ലിമിറ്റ് എപ്പോഴും ഞാൻ പറഞ്ഞു, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ലിമിറ്റ് എന്തായിരിക്കും? 0 to 1 ആയിരിക്കും. 0 to 1 ആയിരിക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ രണ്ട് വ്യത്യാസമാണ്. ഒന്ന്, പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു, അത് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഡി എസ് അല്ല ഡി വൈ ആണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാധാരണ ഡി എസ് എന്നായിരിക്കും തരിക, ഡി എസ്. ഓക്കെ, ഡി എസിന് സ്ഥാനത്ത് ഇവിടെ തന്നിട്ടുള്ള ഡി വൈ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ y equal to 2t ആണ്. y equal to 2t ആണ്. അപ്പൊ what is dy by dt? dy by dt equal to 2 ആയിരിക്കും. dy by dt equal to 2 ആയിരിക്കും. അപ്പൊ dy എന്തായിരിക്കും? dy equal to 2 dt. dy equal to 2 dt. സോ ഇവിടെ നമ്മൾ dy ക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 dt കൊടുക്കണം. ഓക്കെ, അപ്പൊ അവിടെ മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി dt നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എപ്പോഴാണ് നമ്മൾ മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി dt മൾട്ടിപ്ലൈ ചെയ്യാം? ഡി എസ് ആവുമ്പോഴാണ്. ഓക്കെ, ഡി എസ് ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി ചെയ്തിട്ട് ഇൻറ്റു ഡി ടി ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടെ ഡി വൈ ആണ്, അതുകൊണ്ട് നമ്മൾ ഡി വൈക്ക് സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 2 dt കൊടുത്താൽ മതി. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ഇന്റഗ്രൽ ഓവർ സി 3xy dy എന്നുള്ളത് ലിമിറ്റ് എഴുതുക. ലിമിറ്റ് ഇന്റഗ്രൽ 0 to 1. എക്സിന് സ്ഥാനത്ത് ടി കൊടുക്കുക. ഓക്കെ, അപ്പൊ 3 into എക്സിന് സ്ഥാനത്ത് ടി, വൈക്ക് സ്ഥാനത്ത് 2t. 3 into t into 2t into dy ഉണ്ടല്ലോ, dy ക്ക് സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കണം? into 2 dt കൊടുക്കണം. സോ ഇത് എന്തായി മാറും? 3 into 2 into 2. 3 into 2 6, 6 into 2 12. So integral 0 to 1 t into t square. 12 t square dt. 12 t square dt. Is it clear to anyone? Any doubt? ഒന്നുകൂടെ പറയണം. ഒന്നുകൂടെ പറയണം. ഏത് പോയിന്റാണ് സംശയം? ഏത് പോയിന്റാണ് സംശയം? അത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഐശ്വര്യ, ഇപ്പൊ എഴുതിയല്ലേ അത്? ഇപ്പൊ എഴുതിയ സ്റ്റെപ്പ്. ഓക്കെ, അതായത് സാധാരണ നമുക്ക് ഡി ഇന്റഗ്രൽ ഓവർ സി ഡി എസ് എന്നാണ് വരിക. ഫംഗ്ഷനും ഇവിടെ ഡി എസ് എന്നായിരിക്കും. ഓക്കെ, ഡി എസ് ആവുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, ഏത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി
സെറ്റ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഡി ടി. ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഡി എസ് ആവുമ്പോഴാണ്. ഓക്കെ, ഇവിടെ ഡി എസിന് പകരം ഡി എക്സോ ഡി വൈയോ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഡി വൈ അല്ലേ, അപ്പൊ നമ്മൾ വൈ നമുക്കറിയാലോ 2t ആണ്. അപ്പൊ നമ്മൾ ഡി വൈ ബൈ ഡി ടി എടുക്കുമ്പോൾ 2 വരും, ഡി വൈ ഈക്വൽ ടു 2 ഡി ടി ആവും. അപ്പൊ ഈ ഡി വൈക്ക് സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക, 2 ഡി ടി കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് എന്താ, 3xy അല്ലേ. അപ്പൊ 3xy എക്സിനെ ടിയിലേക്ക് മാറ്റണം. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. സോ 3 ഇൻറ്റു ടി ആയിട്ട് മാറും. വൈ എന്ന് പറയുന്നത് 2t ഫംഗ്ഷൻ ആണ്. സോ വൈക്ക് സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കണം, 2t കൊടുക്കണം. ഓൾറെഡി ഡി വൈ എന്താണ്, 2 ഡി ടി ആണ്. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു ടി ഇൻറ്റു 2t ഇൻറ്റു 2 ഡി ടി. അപ്പൊ ഇവിടെ 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 12. പിന്നെ ഇവിടെ ഒരു ടി ഇൻറ്റു ടി ടി സ്ക്വയർ. സോ ഇറ്റ് ഈസ് 12 ടി സ്ക്വയർ ഡി ടി. Is it clear? Is it clear? Yes, sir. അപ്പൊ ഡി എസ് ആവുമ്പോഴേ നമ്മൾ മറ്റേ ലൈൻ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ മറ്റേ ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡി എസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഡി എക്സോ ഡി വൈയോ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ, മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? എന്റെ ഡൗട്ട് ശ്രദ്ധിക്കണം, ഇതുപോലത്തെ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, that is 12 പുറത്തേക്ക് എടുക്കാം, ടി ക്യൂബ് ബൈ 3. ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ ടി ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to 1. സർ, ഇങ്ങനെ ചെയ്യുമ്പോ ഇത് ആർ വെക്ടർ ഓഫ് ടിന്റെ മോഡുലസ് എടുക്കണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡി എസ് വരുമ്പോഴാണ് നമ്മൾ മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഡി ടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, ഡി എസ് അല്ല ഡി എക്സോ ഡി വൈയോ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ ഡി വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ 12 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 മൈനസ് 0. ഓക്കെ, so 12 into 1/3, that is 4. So answer is 4. Okay, very simple question, nothing difficult. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടില്ല. സോ നമ്മൾ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന് ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡി എസ് അല്ല ഡി വൈ ആണ്. ഡി എസ് ആണെങ്കിലാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യേണ്ടത്. ഡി വൈ ആവുമ്പോൾ മെത്തേഡിൽ ഡിഫറൻസ് ഉണ്ട്. ഇക്വേഷൻ ഇതല്ല. ഓക്കെ, ഇതല്ല നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. നമ്മൾ ചെയ്യേണ്ടത് എക്സിന് സ്ഥാനത്ത് ടിയിലുള്ള ഫംഗ്ഷൻ കൊടുക്കുക, വൈക്ക് സ്ഥാനത്ത് ടിയിലുള്ള ഫംഗ്ഷൻ കൊടുക്കുക, ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ഡി വൈ കണ്ടുപിടിക്കാം. ഡി വൈ എന്ന് പറയുന്നത് 2 ഡി ടി ആണെന്ന് കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെത്തേഡ്. എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യണം. ഇന്നത്തോടെ ലൈൻ ഇന്റഗ്രൽ അവസാനിപ്പിക്കണം. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ആൾസോ നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ നെക്സ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലംസിലൊക്കെ ഇതുപോലത്തെ ഇന്റഗ്രൽസ് ആവശ്യം വരും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി സംശയം? ഓക്കെ ഓക്കെ, ഫൈൻ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു കാരണവശാലും ലേറ്റ് അറ്റൻഡൻസ് കിട്ടില്ല. ഞാൻ 9:20 തൊട്ട് 9:25 വരെയാണ് അറ്റൻഡൻസിന്റെ ടൈം തന്നിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് മാർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അറ്റൻഡൻസ് കിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ അലേർട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് സമയത്താണ് അറ്റൻഡൻസ് ഇടുക എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മൊബൈൽ ഓൺ ചെയ്തിട്ട് വേറെ വർക്ക് ചെയ്യുന്നവര്, വേറെ ശ്രദ്ധിക്കാത്തവർക്ക് ചിലപ്പോൾ അറ്റൻഡൻസ് മിസ്സായി വരും. അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും അറ്റൻഡൻസ് കിട്ടുന്നതല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം.
ലൈൻ ഇന്റഗ്രൽ മറ്റൊരു ടൈപ്പ്. ഈ ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് നെക്സ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ ഓവർ സി 2xy dx plus x square plus y square dy ഇതാണ് നമ്മുടെ ഇന്റഗ്രൽ. 2xy dx plus x square plus y square dy. C എന്ന് പറയുന്നത് സർക്കുലാർ ആർക്ക് ഓഫ് റേഡിയസ് 1 in the first quadrant. Okay. ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ 2xy dx plus x square plus y square dy. So always നമ്മൾ ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. So that is integral over c 2xy dx plus integral over c x square plus y square dy. സ്പ്ലിറ്റ് ചെയ്യാം. Then നമ്മൾ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് x എന്ന് cos t ആയിരിക്കും, y sin t ആയിരിക്കും. എപ്പോ റേഡിയസ് 1 ആണെങ്കിൽ, ഈ റേഡിയസ് 2 ആണെങ്കിൽ 2 cos t 2 sin t വരും. റേഡിയസ് 3 ആണെങ്കിൽ 3 cos t 3 sin t വരും. ഓക്കെ, ഇവിടെ റേഡിയസ് 1 ആയതുകൊണ്ട് x cos t y sin t. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിമിറ്റ് 0 t less than equal to pi by 2 ആയിരിക്കും. t less than equal to pi by 2 ആയിരിക്കും. So that is the parametric equation. So what is dx? dx by dt എന്ന് പറയുന്നത് മൈനസ് sin t ആണ്. So dx is equal to minus sin t dt. Similarly dy equal to cos t dt വരും. Right, sin t യുടെ ഡെറിവേറ്റീവ് cos t, ആ dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dy equal to cos t dt കിട്ടും. dx is equal to minus sin t dt കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് കിട്ടുക ഇന്റഗ്രൽ ഓവർ t, x ന് സ്ഥാനത്ത് cos t, y ക്ക് സ്ഥാനത്ത് sin t. So 2 sin t cos t, ലിമിറ്റ് 0 to pi by 2 ആക്കാം. 0 to pi by 2. 2 sin t cos t into dx ന് സ്ഥാനത്ത് minus sin t. Okay, minus sin t dt. Minus sin t dt. Plus integral 0 to pi by 2 x square plus y square, that is sin square t plus cos square t. അല്ല, cos square t plus sin square t. എനിവേ ഏതായാലും കുഴപ്പമില്ല, കാരണം x ആണല്ലോ ഫസ്റ്റ്, ഞാൻ അങ്ങനെ തന്നെ എഴുതാം, സംശയം വരണ്ട. cos square t plus sin square t dy ക്ക് സ്ഥാനത്ത് cos t dt. ഓക്കെ, ഈ സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയോ? എന്താ ചെയ്തത്? ആദ്യം ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത ശേഷം സർക്കുലർ ആർക്കാണ്. സർക്കുലർ ആർക്ക് എന്ന് പറയുമ്പോൾ സർക്കിളാണ്. സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. x cos t ആയിരിക്കും, y sin t ആയിരിക്കും. ഇപ്പോ റേഡിയസ് 1 ആണെങ്കിൽ, റേഡിയസ് 2 ആണെങ്കിൽ 2 cos t 2 sin t എഴുതണം. റേഡിയസ് 3 ആണെങ്കിൽ 3 cos t 3 sin t എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ dx ആണ്. അപ്പൊ ഈ dx ന്റെ സ്ഥാനത്ത് മൈനസ് sin t dt എന്ന് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? dx by dt cos t യുടെ ഡെറിവേറ്റീവ് മൈനസ് sin t ആണ്. ഓക്കെ, അപ്പൊ dx എന്നുള്ളത് മൈനസ് sin t dt ആവും. അപ്പൊ ഇവിടെ dx ന്റെ സ്ഥാനത്ത് മൈനസ് sin t dt വരും. x ന്റെ സ്ഥാനത്ത് cos t, y ക്ക് സ്ഥാനത്ത് sin t. ഓക്കെ, തിരിച്ചെഴുതണം. x ന്റെ സ്ഥാനത്ത് cos t, y ക്ക് സ്ഥാനത്ത് sin t. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, x ന്റെ സ്ഥാനത്ത് cos t, y ക്ക് സ്ഥാനത്ത് sin t. ഇവിടെ x ന്റെ സ്ഥാനത്ത് cos t, y ക്ക് സ്ഥാനത്ത് sin t എടുക്കുമ്പോൾ cos square t plus sin square t വരും. dy ക്ക് സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? cos t dt വരും. കാരണം y യുടെ ഡെറിവേറ്റീവ് cos t ആണ്. സോ dy by dt എന്ന് പറയുന്നത് cos t ആണ്. സോ dy എന്ന് പറയുന്നത് cos t dt വരും. cos t dt. Is it clear to everyone? ഈ സ്റ്റെപ്പ് വളരെ ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഈ സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 1.5 മാർക്സ് എന്തായാലും കിട്ടും. ഓക്കെ, yes. So this is 0 to pi by 2
2 cos t sin t. 2 cos t sin t is sin 2t by 2. ഇവിടെ ഓൾറെഡി ഒരു sin 2t അല്ലേ, sin 2t എന്ന് മതി. കാരണം sin 2 theta equal to 2 cos theta sin theta ആണ്. ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. So it is 2 cos theta sin theta equal to sin 2t. Okay. Into minus sin t dt plus cos square t plus sin square t is 1. So it is 0 to pi by 2 cos t dt. This is 1 ആയി പോകും. cos square t plus sin square t 1 ആണ്. So it 1 ആയി പോകും. So ഇവിടെ sin a sin b. This is of the form sin a sin b. Last module സെമസ്റ്ററിലെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. sin a sin b യുടെ ഇക്വേഷൻ cos of a plus b minus cos of a minus b whole divided by minus 2. Cos of a plus b minus cos of a minus b whole divided by minus 2. കാരണം minus 2 sin a sin b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos of a plus b minus cos of a minus b ആണ്. ആ minus 2 ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ cos of a plus b minus cos of a minus b divided by minus 2 ആണ്. അതിവിടെ അപ്ലൈ ചെയ്യണം. ഒരു ഓൾറെഡി മൈനസ് ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കുക. മൈനസ് 0 to pi by 2 cos of a plus b. ഇവിടെ a ക്ക് സ്ഥാനത്ത് 2t ആണ്, b ക്ക് സ്ഥാനത്ത് t ആണ്. So 2t plus t 3t. So this is cos of 3t. Cos of 3t minus 2t minus t. 2t minus t is t. So cos t divided by minus 2 whole divided by minus 2 dt plus cos t യുടെ ഇന്റഗ്രൽ sin t. So sin t by ഒന്നുമില്ല. Okay, sin t ലിമിറ്റ് 0 to pi by 2. നിങ്ങൾ സ്വയം ഇന്റഗ്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഡൗട്ട് ചോദിക്കാട്ടോ, നീ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ മൈനസും പ്ലസ് ആവും. ഡിനോമിനേറ്ററിലും മൈനസ് ഉണ്ട്, ന്യൂമിനേറ്ററിലും മൈനസ് ഉണ്ട്. സോ ദിസ് ബിക്കം പ്ലസ്. ഓക്കെ, സോ ഈ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം. ഈ നടുവിൽ മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നിങ്ങൾ സ്വയം നോട്ട് ബുക്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫൈനൽ ആൻസറിലൂടെ ചെക്ക് ചെയ്താൽ മതി. മായ്ക്കാൻ കുറച്ച് സമയം എടുക്കും, കാരണം ഇത് ലോഡ് ആവണില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ലാപ്ടോപ്പ് ഇത്തിരി ഹാങ് ആയതുകൊണ്ട് ചില സമയത്ത് ഈ വൈറ്റ് ബോർഡിന് ഭയങ്കര സ്ലോ ആണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഓക്കെ ആണ് നമ്മുടെ ക്ലാസ്സിൽ. ഇന്റഗ്രൽ കോസ് 3t 0 to pi by 2 cos 3t. ഈ മൈനസ് ഡിനോമിനേറ്ററിലും ന്യൂമിനേറ്ററിലുള്ള മൈനസ് പോകും. സോ cos 3t by 2 dt minus integral 0 to pi by 2 cos t dt plus sin t യുടെ ലിമിറ്റ് 0 to pi by 2. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ മൈനസ് 0 to pi by 2 cos t dt യും ഈ പ്ലസ് ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് 0 to pi by 2 cos t dt ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ -1 +1 0 ആയി പോകും. ഓക്കെ, ഇത് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, രണ്ടും ഈ ടേമും ഈ ടേമും ക്യാൻസൽ ആയി പോകുന്നു. കാരണം ഇതിനെ cos t നെ ഇന്റഗ്രേറ്റ് ചെയ്ത sin t അല്ല വരിക. അപ്പൊ sin t ലിമിറ്റ് 0 to pi by 2. ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി 0 ആയി പോകും. ഓക്കെ, ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? cos 3t യുടെ ഇന്റഗ്രൽ sin 3t by 3 ആണ്. ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. സോ 3 into 2 6 ആവും. ലിമിറ്റ് 0 to pi by 2 മൈനസ്
ഇവിടെ സൈൻ ടി വരും, ലിമിറ്റ് 0 to π/2. ചോദിച്ചോളൂ. ഇവിടെ π/2 വരില്ലേ? എവിടെ സൈൻ കോസ് ടിന്റെ താഴെയും 2 അല്ലേ? കാരണം ഇവിടെ cos vt മൈനസ് cos t ഹോൾ ഡിവൈഡ് ബൈ 2 അല്ലേ? ശരി. ഇവിടെ ഒരു 2 വരും, അപ്പോ അത് വെട്ടി പോവില്ല. ഓക്കെ, സൈൻ കറക്റ്റ്. സോ ദിസ് ഈസ് ഇവിടെ 1/2 വരും. ഇവിടെ സൈൻ ടി 0 to 1/2. യെസ്, കറക്റ്റ്. ക്യാൻസൽ ആയി പോവില്ല. ശരിയാ സർ, അതിന് കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? എടുക്കാം. ബൈ -2 അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഇവിടെ ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോ ടിക്ക് സ്ഥാനത്ത് π/2 കൊടുക്കാം. സൈൻ 3π/2 divided by 6 minus sin 0/6. ഓക്കെ, ഇവിടെ minus 1/2 sin π/2 is 1. So sin π/2 is 1, so it is minus 1/2 into 1 plus ഇവിടെ sin π/2 is 1, so it is plus 1. ഓക്കെ, ഇനി sin 3π/2 is minus 1 ആണ്. sin 3π/2 എന്ന് പറഞ്ഞാൽ sin 270 ഡിഗ്രി ആണ്. 270 ഡിഗ്രി. Okay, so sin 270 is minus 1. Sin 270 is minus 1. So that is equal to minus 1/6. Sin 0 is 1, so it is minus 1. Minus 0. Minus 1/2 plus 1. Minus 1/2 plus 1 is plus 1/2. So that is minus 1/6 plus 1/2. Minus 1/6 plus 1/2 നമ്മൾ cross multiply ചെയ്യുമ്പോൾ minus 2 plus 6/12. So that is 4/12. That is equal to 1/3. So answer is 1/3. Okay, എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ടൈപ്പാണ്. അത് ലൈൻ ഇന്റഗ്രൽ ഓവർ എ സ്കേലാർ ഫീൽഡ്, ഇതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 ഫോമാണ്. ഒന്ന് ds വരും. ds വരുന്ന സമയത്ത് നമ്മൾ മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി dt മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ dxോ dyയോ മാത്രമായിട്ട് വരും. പിന്നെ dx പ്ലസ് dy ഫോമിലും വരും. ഓക്കെ, അതിൽ dx പ്ലസ് dy ഫോമിൽ വരുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. dsഉം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ ഇത് അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമ്മൾ ഇത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അപ്ലൈ ചെയ്യും. ഈ dx dy ഫോമിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ അത് ഈ ഒരു ടൈപ്പ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കൂടുതൽ പ്രോബ്ലംസ് വർക്ക് ബുക്കിലുണ്ടാവും, ചെയ്ത് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ചിട്ടുണ്ട്, കാരണം ഇത് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമുക്ക് ഈ സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഒരു 2-3 പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ പ്രോബ്ലം തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എനി ഡൗട്ട്? ഇപ്പൊ ഇന്ന് ചെയ്ത പ്രോബ്ലംസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്? ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ് ഇന്ററാക്ഷൻ. എത്ര വന്നാലും ഓഫ്ലൈൻ ക്ലാസിന്റെ അത്ര വരില്ലല്ലോ. നമ്മള് കുറച്ചും കൂടെ പക്വതമായിട്ട് ഓഫ്ലൈൻ ക്ലാസിന്റെ അത്ര വരില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഓൺലൈൻ പരിമിതികൾ വെച്ചിട്ട് ഇത് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് പല മൂഡിൽ പല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനോട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ,
ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ആർക്കും സംശയമൊന്നും ഇല്ല തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. കൃത്യമായിട്ട് പ്രോബ്ലംസ് മനസ്സിലാക്കുക. നമുക്ക് തരുന്ന പ്രോബ്ലം ഒരു ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ ഓക്കെ, ജനറലി നമ്മൾ പഠിക്കേണ്ട രീതി ഇങ്ങനെയൊന്നുമല്ല. ഞാൻ അതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഹൗ ടു ലേൺ സയൻസ് ഇൻ എഞ്ചിനീയറിംഗ്. ഈ സയൻസ് നമ്മൾ എങ്ങനെ എഞ്ചിനീയറിംഗിൽ കാണണം, സയൻസിനോടുള്ള പെർസ്പെക്റ്റീവ് എങ്ങനെയായിരിക്കണം, അത് നമ്മുടെ ഒരു ടീച്ചിങ് മെത്തേഡുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല. ജസ്റ്റ് നമ്മുടെ ലേണിംഗ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു 1 hour സെഷൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നോക്കാം, എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ അത് എടുക്കാം. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ടത്, നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്നും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ. ഇപ്പൊ നമുക്ക് ലൈൻ ഇന്റഗ്രൽ തരും. ലൈൻ ഇന്റഗ്രൽ തരുമ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും ഇന്റഗ്രലിനകത്ത്. ഒപ്പം ഡി എസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം. ഡി എക്സ് മാത്രമാണ്, ഡി എസ് അല്ല, മറിച്ച് ഡി എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്ങനെ യൂസ് ചെയ്യും, ഡി വൈ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന സംശയം. ഓക്കെ. അപ്പൊ വരുന്ന ഫോമിനനുസരിച്ച് നമ്മൾ മെത്തേഡ് ചൂസ് ചെയ്യണം. ഓക്കെ. സംഭവം സിമ്പിൾ ആണ്. നമ്മൾ എല്ലാ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആകെ ഒരു നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടാതെ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട്. 4 hour ക്ലാസ് കഴിഞ്ഞാലും ഒരു ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്താൽ ഈവനിങ് ഒക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങളുടെ യാത്ര കുറവാണ്, 7 hour ക്ലാസ് ഇല്ല, ഒരുപാട് ക്വാളിറ്റീസ് ഗുണമുണ്ട്. അപ്പോ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാനേജ് ചെയ്ത് ടൈം ഷെഡ്യൂൾ ചെയ്ത് പഠിക്കണം. ഓക്കെ. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ സേഫ് ആയിട്ട് ഇരിക്കുക, വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. കോവിഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ചിലവർക്ക് അത് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ മാറുന്നുണ്ട്. എന്റെ ഒരു മാഷ് എന്നെ PG പഠിപ്പിച്ചതാണ്. ഞാൻ പോണ്ടിച്ചേരിയിൽ പഠിക്കുന്ന സമയത്ത് കണ്ണൻ എന്ന് പറഞ്ഞ സാറ്, റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫേവറേറ്റ് പേപ്പർ ഉണ്ട്, അത് പഠിപ്പിച്ച ഒരു മാഷാണ്. സാറ് കഴിഞ്ഞ ആഴ്ച കോവിഡ് വന്ന് മരിച്ചു. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് അതുപോലെയായിരുന്നു എനിക്ക് സാറ്. അപ്പൊ ഭയങ്കരമായിട്ട് സങ്കടമായി സാറ് മരിച്ചു. അപ്പൊ അതുപോലെയാണ് അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരും കോവിഡ് വന്ന് മരിക്കുന്നു. അപ്പൊ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോ എനിക്ക് ഓരോ നമ്മുടെ സ്റ്റുഡൻസിനെ കുറിച്ച് ഉൾക്കണ്ടയാണ്. നിങ്ങൾ സേഫ് ആയിട്ട് തന്നെ ഇരിക്കണം. മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് പോലും അധികം കറങ്ങാതിരിക്കുക. ഓക്കെ. അപ്പൊ സേഫ് ആയിട്ട് ഇരിക്കുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തുതരാം. എന്തെങ്കിലും സഹായം വേണമെങ്കിലൊക്കെ ഞാൻ ചെയ്തുതരാം. ഓക്കെ. എന്തെങ്കിലും കോവിഡുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ പരസ്പരം ഫോണിൽ കൂടെ എപ്പോഴും ടച്ച് ചെയ്തിരിക്കുക. ഇടയ്ക്ക് ഓരോ മെസ്സേജ് ഒക്കെ അയക്കുക, സാറേ സുഖമാണ് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ. ഓക്കെ. എല്ലാവരും സേഫ് ആയിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒരു വീഡിയോ ലെക്ചർ, ഇതിന്റെ റെക്കോർഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ വീണ്ടും കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് 2 ദിവസത്തിനുള്ളിൽ ഷെയർ ചെയ്യും. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്ഡേഷൻ വേണ്ടാലോ. 2 ടൈപ്പ് പ്രോബ്ലംസും കൂടെ ചെയ്ത് നമ്മുടെ ഈ മോഡ്യൂൾ തീരും. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ഞാനത് ഷെയർ ചെയ്ത് തരാം. അപ്പോ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം. ഒരു 2 minutes സമയം തരാം. അല്ലാത്തവർക്ക് ലെഫ്റ്റ് അടിച്ചു പോകാം. ഓക്കെ. താങ്ക് യു.
സ്പെഷ്യല് എക്സിൽ എടുത്ത് പോണില്ലേ?